ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. നമ്മൾ മലയാളികളിൽ മിക്കവാറും ഗ്ലോബൽ വില്ലേജിൽ പോകാത്തവരും ഇത് കാണാത്തവരും ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് കാണാത്തവർക്ക് കാണാനും ഇനി കണ്ടുപോയവർക്ക് ഒരു ഓർമ്മയായിട്ടും മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ദുബൈയിൽ വന്നാൽ മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. കാരണം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിൽ എന്താ പറയേണ്ട പ്രോഡക്റ്റ്സ് നമുക്ക് ഷോപ്പ് ചെയ്യാം. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നതുകൊണ്ടല്ലോ നമുക്ക് ഷോപ്പ് ചെയ്യാം. അവരെ എന്താ പറയുക, അവരുടെ കൾച്ചർ, അവരുടെ ഫുഡ് നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് അവരെ എന്താ പറയേണ്ട അവരുടെ രാജ്യത്തിൻ്റെ സ്പെഷ്യലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്, ആൻറ്റിക് പ്രോഡക്റ്റ്സ്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് കാണാം, പർച്ചേസ് ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം. ഗ്ലോബൽ വില്ലേജ് പോകുന്നതെന്ന് പറയുമ്പോൾ എത്ര പോയാലും നമുക്ക് മടുപ്പ് വരില്ല. കാരണം ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ ഓരോന്ന് കണ്ടിട്ട് പല പല രാജ്യത്തിൻ്റെ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് വേറെ ഇവിടെ രാജ്യത്തേക്കെല്ലാം പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയെല്ലാം പോയിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാഴ്ചകളും കാണാം. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പവലിയനിലും ഒരു ദിവസം കൊണ്ട് കയറി തീർക്കാൻ പറ്റില്ല. നേരത്തെ പോയവർക്കാവുമായിരിക്കും. പക്ഷേ ഇങ്ങനെ കണ്ടിട്ടും പർച്ചേസ് ചെയ്തിട്ടും അങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ ടൈം പോവും. പിന്നെ നമ്മൾ ഫുഡ് ഇടയിലിടയിൽ ജ്യൂസ് കുടിക്കും, ഫുഡ് കഴിക്കും, അങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം അങ്ങനെ പോകും. അപ്പോൾ എല്ലാ പവലിയനിലും കയറാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ മസ്റ്റ് വിസിറ്റഡ് ആയിട്ട് പോകേണ്ട പവലിയനിൽ ഒന്ന് UAE പവലിയൻ, രണ്ടാമത് നമുക്ക് പോകേണ്ടത് സൗദീൻ്റെ പവലിയനിൽ പോകണം. പിന്നെ തുർക്കീൻ്റെ പവലിയനിൽ നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ടാവും. പിന്നെ നാലാമതായിട്ട് പോകേണ്ടത് ആഫ്രിക്കൻ്റെ പവലിയനിൽ എന്തായാലും പോകണം. കാരണം അവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ടാവും. ശരിക്കും ആഫ്രിക്കയിൽ നിന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ മെയിനായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഓരോ പ്രൊഡക്ട്സ് നല്ല റിവ്യൂ എല്ലാം കിട്ടിയ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് അവരുടെ ഐറ്റംസ് കാണുകയും ചെയ്യാം, പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ ഒരു ഇതിൽ ഞാൻ പോകുന്നുണ്ട്. അവർ ലൈവായിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് മിക്കവാറും ഒരു സ്റ്റേജ് ഷോ എന്തായാലും ഉണ്ടാവലുണ്ട്. ഡാൻസ്, പാട്ട് അങ്ങനെയെല്ലാം ഉണ്ടാവുന്നുണ്ട്. ചില പ്രത്യേകമായിട്ട് ഈദ് അങ്ങനെയുള്ള ന്യൂ ഇയർ എല്ലാം ആകുമ്പം നല്ല വെടിക്കെട്ടും അപ്പോൾ തന്നെ എന്തെങ്കിലും നല്ല സിനിമ നടിമാരോ അങ്ങനെയെല്ലാം വരലുണ്ട്. ആക്ട്രസും അങ്ങനെയെല്ലാം എല്ലാം സ്പെഷ്യാലിറ്റി ആയിട്ട് വരലുണ്ട്. നല്ല ന്യൂ ഇയറിൻ്റെ സമയത്ത് നല്ല രസമാണ് വെടിക്കെട്ടെല്ലാം ആയിട്ട്. അങ്ങനെ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ എത്ര ജനങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ ഒരു തിക്കും തിരക്കും തള്ളൊന്നും ഫീൽ ചെയ്യില്ല. കാരണം അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല വിസ്തരിച്ച് നടക്കാനും കാണാനും എല്ലാം പറ്റുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യില്ല. ചെറിയ ചെറിയ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെടിക്കെട്ടെല്ലാം ഉണ്ട്. നമുക്കതൊരു കാഴ്ച തന്നെയല്ലേ. ഇടയിലിടയിൽ ഇങ്ങനെ വെടിക്കെട്ടെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം നമുക്കാണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ്, ഒരു കളർഫുൾ തന്നെ, കണ്ണിന് മൊത്തം ഒരു കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ്.
പിന്നെ എന്തായാലും പോകണമെന്നും കുറച്ച് ഷോപ്പ് ചെയ്യണമെന്നും വിചാരിച്ച പവലീനാണ് ആഫ്രിക്കൻ്റെ പ്രൊഡക്ട്സ് കുറേ വീഡിയോസിൽ നല്ല റിവ്യൂ കണ്ടിന്, നല്ല എഫക്റ്റീവായ പ്രൊഡക്ട്സ് എന്നെല്ലാം കണ്ടിന്. അത് മുതലേ ആഗ്രഹമുണ്ട് ഇവരെ പ്രൊഡക്ട്സ് എല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യണം. നമുക്ക് പറ്റിയത് ഇഷ്ടം പോലെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ളത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. അവരുടെ രാജ്യത്തിൻ്റെ ഏറ്റവും എന്താ പറയണ്ടേ, ഇഷ്ടം പോലെ അവർക്ക് കിട്ടുന്ന അവരുടെ രാജ്യത്തിൻ്റെ ഒരു പുണ്യം എന്ന് തന്നെ പറയാം ഷിയ ബട്ടർ. ഈ ഷിയ ബട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമിലും ലോഷൻസിലും എല്ലാം മിക്കവാറും നമുക്ക് കാണില്ലേ ഷിയ ബട്ടർ. പിന്നെ ലിപ് ബാമിലായാലും എല്ലാം അതെല്ലാം ഇവരെ രാജ്യത്ത് അത് ഒറിജിനലായിട്ട് അവർക്ക് കിട്ടുന്നു. അപ്പം അങ്ങനെ ഷിയ ബട്ടറും വാങ്ങി. അപ്പോൾ എന്നോട് ആടെന്ന് പറഞ്ഞു ഇത് നല്ല സ്ക്രബ് ഉണ്ട്, നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഒന്നൊരു കോഫിയും ഷിയ ബട്ടറിലും മിക്സ് ആയിട്ടുള്ളത്, പിന്നെ ഒന്ന് വാൾനട്ടും ഷിയ ബട്ടറിലും മിക്സ് ആയിട്ടുള്ള ഒന്ന്. അപ്പോൾ 2 കൈ കൂട്ടിട്ട് ഏത് കൈക്കാന്ന് കളറും ചേഞ്ച് ആവുന്നത് നമുക്ക് ലൈവായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അറിഞ്ഞിട്ട് വാങ്ങാമല്ലോ. അങ്ങനെ കോഫിയുടേത് ഒരു കയ്യിലും മറ്റേ വാൾനട്ടിൻ്റെ മറ്റേ കയ്യിലും ഇട്ട് എന്നിട്ട് എനിക്കിത് കഴിച്ച ശേഷം ഒരു റിസൾട്ട് തോന്നിയത് എനിക്ക് വാൾനട്ടിൻ്റെയാണ് കോഫിനേക്കാളും. കോഫി എൻ്റെ സ്കിന്നിന് അങ്ങനെ സൂട്ടാവില്ല, നന്നായിട്ട് എണ്ണ കുളിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ 2 കൈയും വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ റിസൾട്ട് ഇങ്ങനെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ റൈറ്റ് ഹാൻഡിൻ്റെയാണ് കുറച്ചും കൂടി ഒരു ഗ്ലോ ഉള്ളത്. അപ്പം ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിന്, ആ ഒരു സ്ക്രബ്. ഇതാ വെളുത്തിന് മതിയാ. എന്ത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കണ്ട എല്ലായിടത്തും
ഇത് ആഫ്രിക്കൻ പവലിയനിലെ വേറൊരു ഷോപ്പാണ്. ഇഷ്ടംപോലെ നമ്മളെ കിച്ചൺ കട്ട്ലറി ഐറ്റംസ് എല്ലാം ഉണ്ട്. പാത്രങ്ങൾ, പിന്നെന്താ സ്പൂണ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തവി, ഇടികല്ല് മുതൽ എല്ലാം ബാമ്പൂലും വുഡിലും എല്ലാം ഇവരുണ്ടാക്കിയിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ. എന്ന് പറയുന്നത് എല്ലാം ഒന്നിനൊന്ന് ഒരു വെറൈറ്റി. ഇത് പിന്നെ അവരെ പോലത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത ബൊമ്മക്കുഞ്ഞി അല്ലേ. ഇതെല്ലാം കലാകാരന്മാർക്ക് ഇതെല്ലാം പറ്റുള്ളൂ. നോക്കറ നല്ല ഒരു ഫിനിഷിങ്ങും ഉണ്ട്, നല്ലൊരു ഗ്ലൈസിങ്ങും. എല്ലാം സെർവിങ് ഡിഷെല്ലാം നല്ലൊരു പല പല ഷേപ്പിലുണ്ട്. നല്ല ആ ഒരു ഫിനിഷിങ്ങാണ് അവരെ ഹൈലൈറ്റ്. അപ്പോൾ ഞാനൊരു സെർവിങ് ഡിഷും സ്പൂണും അങ്ങനെയുള്ള അതെല്ലാം ആ ഒരു കൗതുകം കൊണ്ട് വാങ്ങിയത്. പിന്നെ നമ്മൾ റേറ്റെല്ലാം നമ്മൾ പിന്നെ വില പേശേണ്ടി വരും. ചില ആൾ പിന്നെ അതൊന്നും നിൽക്കില്ല. പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെയുള്ള കൗതുകം തോന്നുന്നല്ല ഒന്നും വാങ്ങണമല്ലോ. പിന്നെ അടുത്തത് വേറെ ഷോപ്പിൽ നിന്ന് എന്നെ വിളിച്ച് ഞാൻ പിന്നെ എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി മതിയായി. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഞാൻ വാങ്ങി, ഇനിയിപ്പം മതി. അപ്പം നമ്മളിങ്ങനെ ഇടയിലിടയിൽ കണ്ട ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് എങ്ങനെയുണ്ട് നോക്കണമല്ലോ. പിന്നെ എന്താ പറയണ്ടത്, ദഹിപൂരി വേറെ ഒരു സ്റ്റൈലിൽ നമ്മൾ അനാറെല്ലാം വെച്ചിട്ടുള്ള ദഹിപൂരി, പിന്നെ ചിക്കൻ്റെ ഒരു ഡൈനാമിക് ചിക്കനാണ് അങ്ങനെയുള്ള സംഭവമെല്ലാം. പിന്നെ ഫ്രൈസിൽ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈസ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇടയിലിടയിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടും പിന്നെ ജ്യൂസ് കുടിച്ചുകൊണ്ടും പിന്നെ തായ്ലാൻഡിൻ്റെ എല്ലാം ഫ്രഷ് ഫ്രൂട്ട് ഉണ്ടാവും, നല്ല ചക്കയും മാങ്ങയും അതെല്ലാം കഴിച്ചുകൊണ്ടെല്ലാം പോകുമ്പോൾ നമുക്ക് ആ ഒരു എനർജി കിട്ടും. പിന്നെയും നടന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടില്ല. ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ ഇന്ന്. അപ്പോൾ പിന്നെ നമുക്ക് എനർജി വേണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ തിന്നുകൊണ്ട് പോലെ തന്നെ. പിന്നെ വന്നത് തുർക്കി പവലിയനാണ്. ഇയാൾ പണ്ടെല്ലാണെങ്കിൽ തുർക്കിക്കാർ ഐസ്ക്രീം കൊടുക്കാതെ പറ്റിക്കില്ല. ഇപ്പം ആണെങ്കിൽ പെമ്പിളറെ ചുറ്റിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു ട്രിക്ക് തന്നെ. ഡാൻസും മാർപ്പ് വിളിയും അവരൊരു ബിസിനസ്സിൻ്റെ ഭാഗം. കൊഞ്ചം ഓവറായിരിക്കുമെന്ന് തോന്നുന്നു ചില സമയത്ത്. തുർക്കിഷ് ഐസ്ക്രീം സത്യം പറഞ്ഞാൽ ഒരു കട്ടിയിലുള്ള ഒരു ഇതാണ്, ഒരു വലിയൊരു ഇതുപോലെ അവർ ആ ഒരു ആസ്പെഷ് കളിയും അതെല്ലാം ഇല്ലും. അപ്പോൾ പിന്നെ ഇവിടുന്ന് പിന്നെ വന്നാൽ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ അടുത്ത് നിന്ന് മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങേണ്ട അബായയാണ്. അബായ ഉണ്ടാവല് സൗദി പവലിയനിലും ഉണ്ടാവും, പിന്നെ നമ്മുടെ UAE പവലിയനിലെല്ലാം നല്ല അബായ ഷോപ്പ് ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും നോക്കി കുറച്ച് നമ്മൾ ബാർഗെയിൻ ചെയ്താൽ കുറച്ച് റേറ്റ് കുറച്ചിട്ടെല്ലാം വരും. പക്ഷെ നല്ല മെറ്റീരിയലും മെയ്ഡ് ഇൻ UAEൻ്റെ എല്ലാം അബായ ഉണ്ടാവും. അതെല്ലാം നല്ല സൂപ്പർ മെറ്റീരിയലാണ്. കുറേ വർഷം ആഫ്രിക്കൻ്റെ തേങ്ക പവലിയനിലെല്ലാം നിന്നിട്ട് തന്നെ കുറേ ടൈം അങ്ങനെ പോയി ഓരോ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തും പിന്നെ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലുമായിട്ട് അവിടെ നിന്ന് വാങ്ങണം എന്ന് അങ്ങനെ ഉണ്ടായി. കാരണം എല്ലാവരും നല്ല നല്ല റിവ്യൂ പറയുന്നുണ്ട്, പിന്നെ അവർ 100% റിസൾട്ടും പറയുന്നുണ്ട്. പിന്നെ അത് വാങ്ങണമല്ല, അവരുടെ രാജ്യത്തിൻ്റെ കയ്യിൽ തന്നെ വന്നിട്ട് വാങ്ങിയാൽ അത് അസലിയായിരിക്കും, ഒറിജിനൽ പ്രോഡക്റ്റും ആയിരിക്കുമല്ലോ. ഇതിൽ അങ്ങനെ കുറേ സമയം ഞാൻ ആഫ്രിക്കൻ്റെ അതിൽ തന്നെ കുറേ ടൈം പോയി. പിന്നെ അബായ കളക്ഷനും അബായ എല്ലാം നോക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിന് അങ്ങനെ ടൈം ഉണ്ടായിട്ട് ആടെയും പിന്നെ നല്ലോണം ടൈം പോയത് ഗെയിമിൻ്റെ അടുത്താണ്. ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീക്ക്നെസ് ആയിപ്പോയി. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ മീനിനെ എടുക്കാം, എത്രയോ എണ്ണം എടുക്കുക, ഇത്ര റേറ്റിന് ഇത്ര മീനെടുക്കുക. അപ്പോൾ ആ മീനിൻ്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. അപ്പം 50 മുതൽ 40 വരെ അങ്ങനെ
അതെല്ലാം ആഡ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് സൈസിലുള്ളൊരു ടോയ് കിട്ടും. പിന്നെ 30 മുതൽ 20 വരെ ആണെങ്കിൽ മീഡിയം സൈസ്, 20 മുതൽ 10 മുതൽ 20 വരെ അങ്ങനെ നമുക്ക് ആഡ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ സൈസിലുള്ളൊരു ടോയ്. അപ്പം നമുക്കൊരു മീഡിയം സൈസിലുള്ളൊരു ടോയ് കിട്ടിയിടും. അങ്ങനെ കളിച്ചെടുത്ത് പിള്ളേരല്ല വില്ലാളും കൂടിയാണ് ഇത് കളിച്ചത്. അങ്ങനെ അതെല്ലാം ഒരു രസം. നമുക്ക് ഗെയിമിൻ്റെ അടുത്തും പിന്നെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു കേട്ടോ. ഓരോരോ ഗെയിം കളിക്കാനും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹരമല്ലേ. പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയും ഇതാക്കിയിട്ട് വീണ്ടും കളിക്കലും അതെല്ലാം ഒരു രസം തന്നെ. ഇവിടെ നിന്നുള്ള ബോളെല്ലാം എടുത്തിട്ട് വലിയ കണ്ട ഇതാ എറിയാൻ പോകുന്നുണ്ട്. ആ വലിയ ബനാനയാണ് വീണ്ടും സമ്മാനം കിട്ടില്ല. അത് വിചാരിച്ച അത് നോക്കിയിട്ടാണ് അറിയുന്നത്. നേരെ പുറത്തേക്ക് പോയി. ഇതിൽ കയറുന്നവർക്ക് തന്നെ അറിയാം, അതിൽ കയറി കഴിഞ്ഞാൽ കൂക്കി വിളിക്കും, എന്നാലും കയറും. അതാണ് അതിന് മേലെ കയറ്റിയിട്ട് ഒരൊറ്റ ഇടലാണ് തല കുത്തി താഴേക്ക്. സേഫ്റ്റി എല്ലാം ഉണ്ട്, എന്നാലും ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ജയൻറ്റ് വീല് ബാക്കിയുള്ള റൈഡെല്ലാം ഓക്കെ, പ്രശ്നമില്ല. എല്ലാം നല്ല നമുക്കൊരു എൻ്റർടൈനിങ് ആയിരിക്കും. ഈ സാധനം ഉണ്ടല്ലോ, ഈ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകുന്ന സാധനം, ഇവൻ ഭീകരനാണ്, കൊടും ഭീകരൻ. ആ മേലെ കൊണ്ടുപോയിട്ട് ഒരു താഴേക്കൊരു ഇടലുണ്ട്. എൻ്റെ അമ്മ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നെല്ലാം തുള്ളും പോലത്തെ ഒരു അനുഭവമായിരിക്കും. വയറ്റിൽ നിന്ന് എന്തോ ഒരു കിളിയല്ല കഴുകനാ മറ്റും പോയിട്ട് പിന്നെ വരില്ല. അത് അങ്ങനത്തെ ഒരു സംഭവമാണ് അത്. അയ്യോ, ചിന്തിക്കാനേ വയ്യ. അങ്ങനെ നമ്മൾ തിരിച്ചു പോയെന്ന് നമുക്ക് ഷോപ്പെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രോളി, കുട്ടികളെ ഇരുത്താനില്ല ട്രോളി, പിന്നെ കാറിൻ്റെ എല്ലാം ഷേപ്പിലില്ല ഇതെല്ലാം നമുക്ക് എടുക്കാം. ഇത്ര മണിക്കൂറിനേക്ക് ഇത്ര പൈസ എന്നില്ലയിലാണ്.
നമ്മൾ എന്തായാലും ഒരു 4-5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതെല്ലാം പേ ചെയ്തിട്ട് നമ്മൾ അതെല്ലാം അവിടെ തിരിച്ച് കൊടുത്തിട്ട് നേരെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയിന്ന്. അങ്ങനെ നമ്മൾ ദുബൈയിൽ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ്റെ ഐറ്റംസ് എല്ലാം കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് നേരെ അല്ലയിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ റൂമിലെത്തി നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാമല്ലോ. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. 12-1 മണിയാകുമ്പോൾ മറ്റായിട്ടുണ്ടായിരുന്നു വിടുമ്പോൾ തന്നെ. ദുബൈയിൽ പോയാൽ അങ്ങനെയാണ്, ഒരുപാട് ലേറ്റാവും. അപ്പം നമ്മളിങ്ങനെ രാത്രി കാഴ്ചകളെല്ലാം കണ്ട് പോയെന്ന്. ഞാൻ ഇതെല്ലാം കേട്ടോ അവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സ്. ഹെയർ ക്രീം, ഷിയ ബട്ടർ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ സ്ക്രബ്, പിന്നെ ആ ഒരു ഇത് കണ്ടിട്ട്, ഈ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ആഫ്രിക്കൻ്റെ പ്ലേറ്റും സ്പൂണെല്ലാം. അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം റിവ്യൂ ഞാനിടും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം.